ഗുഡ് മോർണിംഗ്. സോ നമ്മുടെ ഇന്നത്തേത് 5 ഡേ ഓഫ് ചാലഞ്ച് ആണ്. അതായത് 5th ഡേ ആണ്. 5 ഡേ എത്തിയല്ലേ, വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. ആൻഡ് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇന്ന് എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. പക്ഷേ ക്ലാസ്സിന് പോകാൻ ഒട്ടും എനിക്ക് മൂഡില്ലായിരുന്നു. പക്ഷേ എനിക്ക് ജിമ്മിന് പോകാൻ എപ്പോഴും മൂടാം. എനിക്ക് ഒരു ദിവസം പോലും ജിമ്മിന് പോയില്ലെങ്കിൽ ഒരു ഭയങ്കര അയ്യോ ഇന്ന് വർക്കൗട്ട് ചെയ്തില്ലല്ലോ, അയ്യോ ഇന്ന് ഇതായില്ലല്ലോ, അങ്ങനൊരു ടെൻഡൻസിയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് എന്താണെന്നറിയില്ല, ഇന്ന് ക്ലാസ്സിന് ഒട്ടും മൂടില്ലായിരുന്നു. പക്ഷെ ജിമ്മിന് പോകേണ്ട കാര്യം ആലോചിക്കുന്ന സമയത്ത് എനിക്ക് നല്ല മൂടുണ്ട്. സോ നമുക്ക് 5th ഡേ എത്തിയെന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. ചില ദിവസങ്ങളിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ പെയിൻ ഉണ്ടാകാറുണ്ട്, ചില ദിവസങ്ങളിൽ പെയിൻ ഇല്ല. ഇന്നലെ എനിക്ക് നല്ല പെയിൻ ഉണ്ടായിരുന്നു, ഇന്ന് എനിക്ക് കാര്യമായിട്ട് പെയിൻ ഒന്നുമില്ല. കാരണം ഇന്നലെ ഞാൻ മിന്നാന്ന് റോങ് വർക്കൗട്ട് ചെയ്ത സമയത്ത് കുറച്ച് പെയിൻ ഉണ്ടായിരുന്നു. ഇന്നലെ ഏകദേശം കറക്റ്റൊക്കെയാണ് ചെയ്തതെന്ന് ഞാൻ വിചാരിക്കണം. സോ നമുക്ക് ഒട്ടും സമയമില്ല, പെട്ടെന്ന് തന്നെ ജിമ്മിന് പോകാം. ക്ലാസ്സിന് പോകാത്തതുകൊണ്ട് നേരെ ജിമ്മിന് പോകാമല്ലോ. സോ ജിമ്മിന് പോയിട്ട് ഇന്ന് നല്ല വർക്കൗട്ട് ചെയ്യാം. ഇന്ന് എൻ്റെ ആപ്സിൻ്റെ ഡേ ആണ്. സോ ആപ്സ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എനിക്ക് ആപ്സ് ഉണ്ട്. ആപ്സിനെ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു സംതൃപ്തി ഉണ്ടാകത്തില്ല. എന്തൊക്കെയാണ് ഉള്ളത് ബേൺ ചെയ്ത്, എനിക്ക് അങ്ങനെയൊക്കെ തോന്നാറ്. എനിക്കിഷ്ടമുള്ള ഡേ ആണ് ആപ്സിൻ്റെ വർക്കൗട്ട് ചെയ്യുന്ന ദിവസം. സോ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കണ്ട. എനിക്ക് രാവിലെ തന്നെ കുറച്ച് എഡിറ്റിംഗ് വർക്കൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് രാവിലെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഞാൻ പല്ലൊക്കെ തേച്ചിട്ട് ഇനി ഡ്രസ്സ് മാറി ഫുഡ് കഴിക്കാൻ പോകണം. സോ നമുക്ക് ഒട്ടും സമയമില്ല, പെട്ടെന്ന് തന്നെ പോകാം. എനിക്കാണെങ്കിൽ ജിമ്മിന് ഇന്ന സമയമൊന്നുമില്ല. എത്രത്തോളം നേരത്തെ എനിക്ക് ജിമ്മിന് പോകാൻ പറ്റുമോ അത്രത്തോളം നേരത്തെ എനിക്ക് പോകാൻ പറ്റും. എനിക്ക് പോകുന്ന ഇഷ്ടമാണ്. അതേപോലെ തന്നെ എത്രത്തോളം ലേറ്റായിട്ട് ജിമ്മിൽ നിന്ന് വരാൻ പറ്റുമോ അത്രത്തോളം ലേറ്റായിട്ട് ഞാൻ ജിമ്മിൽ നിന്ന് വരാറ്. സാധാരണ ജിമ്മ് ക്ലോസ് ചെയ്യുന്ന സമയത്താണ് ഞാൻ ജിമ്മിൽ നിന്ന് വരാറ്. അതുപോലെ തന്നെ എത്രത്തോളം രാവിലെ പറ്റുമോ അത്രത്തോളം നേരത്തെ ഞാൻ പോകും. അധികം സംസാരിച്ചിരിക്കേണ്ട, നമുക്ക് പെട്ടെന്ന് പോയിട്ട് ഡ്രസ്സ് മാറിയിട്ട് ഞാൻ ഫുഡ് കഴിക്കുന്ന കാണിച്ചു തരാം. ഇന്നത്തെ എൻ്റെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് ഞാൻ 2 ഇഡ്ഡലി എടുത്തിട്ടുണ്ടായിരുന്നു. കൂടെ കറി സാമ്പാറായിരുന്നു. പിന്നെ കുറച്ച് കുക്കുംബർ സാലഡും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. സോ ഞാൻ സമയമില്ല, പെട്ടെന്ന് കഴിച്ച് തീരട്ടെ, എന്നിട്ട് വേഗം ജിമ്മിൽ പോട്ടെ. നമ്മുടെ ആപ്സിൻ്റെ ഫസ്റ്റ് വർക്കൗട്ട് വന്നിട്ട് സോളിഡ് വേർട്ടിക്കൽ നീ റൈസ് ആൻഡ് ഡിപ്പാണ് ഞാൻ ചെയ്തേക്കണത്. ഈ വർക്കൗട്ട് ഞാൻ 20 കൗണ്ടിൻ്റെ 3 സെറ്റായിട്ടാണ് ഞാൻ ചെയ്തേക്കണത്. നെക്സ്റ്റ് വർക്കൗട്ട് ഞാൻ ചെയ്തേക്കണത് കേബിൾ ക്രഞ്ച് ആണ്. ഇത് ഞാൻ 50യുടെ 3 സെറ്റായിട്ടാണ് ഞാൻ ചെയ്തേക്കണത്. നെക്സ്റ്റ് വർക്കൗട്ട് ഞാൻ ചെയ്തേക്കുന്നത് 1 ഹാൻഡ് കേബിൾ ട്വിസ്റ്റ് ആണ്. ഇത് ഞാൻ 15 കൗണ്ടിൻ്റെ 3 സെറ്റാണ് ഞാൻ ചെയ്തേക്കണത്. നെക്സ്റ്റ് വർക്കൗട്ട് വന്നിട്ട് ഡിക്ലൈൻ ക്രഞ്ചസ് ആണ്. ഞാനൊരു സപ്പോർട്ടിന് 2.5ന്റെ ഡിസ്കും കൂടെ കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ചെയ്തേക്കണത് 30 കൗണ്ടിൻ്റെ 3 സെറ്റായിരുന്നു ചെയ്തേക്കണത്. വർക്കൗട്ട് ഞാൻ ചെയ്തേക്കണത് പ്ലാങ്ക് ആണ്. എറ്റ് എ ടൈം 1 മിനിറ്റ് ആണ് നിന്നേക്കണത്. അതിൻ്റെ ഞാനൊരു 3 സെറ്റാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് വർക്കൗട്ട്സിൻ്റെ ഒന്നും പേര് എനിക്കറിയില്ല. ഞങ്ങളുടെ ട്രെയിനർ ഞങ്ങളെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന വർക്കൗട്ട്സ് ആണ്. ഇത് നല്ല എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്.
എൻ്റെ ഇന്നത്തെ ആപ്സിൻ്റെ വർക്കൗട്ടൊക്കെ ഞാൻ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഞാൻ എല്ലാം ഒന്നും ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല. ബാക്കി ഞങ്ങൾ ഗ്രൂപ്പായിട്ട് കുറച്ച് ആപ്സിൻ്റെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇനി പെട്ടെന്ന് തന്നെ വീട്ടിൽ പോയിട്ട് ഫുഡ് കഴിക്കാം. ഞാൻ ഫുഡിനായിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ഓലൻ എടുത്തിട്ട് ഞാൻ ഇന്ന് കഴിച്ചേക്കുന്ന ഫുഡ് 250 ഗ്രാം റൈസ്, സാമ്പാർ, ഓലൻ, പിന്നെ ചെറിയൊരു മീൻ വറുത്തയും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് പെട്ടെന്ന് തന്നെ ഫുഡ് കഴിക്കട്ടെ. ഞാൻ നൈറ്റ് ഒന്നും ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു, ഗ്രീൻ ടീ മാത്രമായിരുന്നു കുടിച്ചേക്കണേ. ഉച്ചയ്ക്ക് കുറച്ച് ഹെവി ആയിട്ട് റൈസൊക്കെ കഴിച്ചുകൊണ്ടാണ് നൈറ്റ് ഞാൻ ഫുഡ് സ്കിപ്പ് ചെയ്തേക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബായ്.